നിലാക്കീറിലേക്ക് സ്വാഗതം. മഹാഗുരുവിൻ്റെ കൂടെ അയാൾ താമസിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആശ്രമത്തിൻ്റെ അധിപനാകാനായിരുന്നു അയാൾക്ക് താല്പര്യം. പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും ഗുരു അതിന് തയ്യാറായില്ല. ഒടുവിൽ അയാൾ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, പഠിക്കാവുന്നതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ദയവായി എന്നെ ആശീർവദിച്ച് പറഞ്ഞയക്കണം. ശിഷ്യൻ്റെ വാക്കുകൾ ഗുരുവിനെ വല്ലാതെ സങ്കടപ്പെടുത്തിയെങ്കിലും അദ്ദേഹം അയാളെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. ഗുരുവിൻ്റെ സന്നിധി വിട്ടിറങ്ങിയ ആ ശിഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് ദൂരെ ഒരു രാജ്യത്തിലെത്തി. മഹാഗുരുവിൻ്റെ ശിഷ്യനാണ് എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ ഉപദേഷ്ടാവായി അദ്ദേഹത്തെ നിയമിച്ചു. അങ്ങനെ ഇരിക്കെ ആ രാജ്യം ആക്രമിക്കപ്പെട്ടു. തടവുകാരായി പിടിക്കപ്പെട്ടവരിൽ അയാളുമുണ്ടായിരുന്നു. എന്നാൽ വിചാരണവേളയിൽ അയാൾ മഹാഗുരുവിൻ്റെ ശിഷ്യനാണ് എന്നറിയാൻ ഇടവന്നതുകൊണ്ട് അയാളെ സ്വതന്ത്രനാക്കാൻ ആ രാജാവ് തീരുമാനിച്ചു. കാരണം മഹാഗുരു അദ്ദേഹത്തിനും ഗുരുസ്ഥാനീയനായിരുന്നു. തനിക്ക് ലഭിച്ച ആദരവും സ്വാതന്ത്ര്യവും തൻ്റെ അറിവോ കഴിവോ മൂലമല്ലെന്നും മഹാഗുരുവിൻ്റെ ശിഷ്യനായിരുന്നത് കൊണ്ടാണ് എന്നും അപ്പോഴാണ് അയാൾ തിരിച്ചറിഞ്ഞത്. സുവിശേഷം മുന്നോട്ട് വയ്ക്കുന്നത് ഇതേ തിരിച്ചറിവിലേക്കുള്ള ഒരു സ്വാഗതക്ഷണമാണ്. യേശു പറഞ്ഞ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ 2 പുത്രന്മാരുണ്ട്. പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നതിലും അത് അനുഭവിക്കുന്നതിലും പരാജയപ്പെട്ടു പോയവരായിരുന്നു അവർ. പിതാവിൻ്റെ മകനായിരിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുടെ അവകാശിയായിരിക്കുക എന്നതായിരുന്നു ഇളയ മകൻ്റെ ചിന്ത. പുത്രത്വം എന്നത് അവകാശങ്ങളാണ് എന്ന് അയാൾ കരുതുകയായിരുന്നു. പിതാവിനെ അനുസരിക്കുകയും അദ്ദേഹത്തോടുള്ള കടമ നിറവേറ്റുകയും ചെയ്യുന്നതാണ് പുത്രത്വത്തിൻ്റെ മഹത്വമെന്ന് മൂത്ത മകൻ കരുതി. പക്ഷേ കടമകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നതുകൊണ്ട് അയാൾക്ക് മകനേക്കാൾ ദാസൻ്റെ മനസ്സാണ് ഉണ്ടായിരുന്നത്. പുത്രത്വത്തെക്കുറിച്ച് വികലമായ ധാരണയുള്ളതുകൊണ്ട് പിതാവിൻ്റെ സ്നേഹാതിരേകം അനുഭവിക്കാനോ ആ സാന്നിധ്യത്തിൽ സന്തോഷിക്കാനോ അവർ ഇരുവർക്കും കഴിയാതെ പോയി. ഈ ഉപമ അപ്പൻ്റെ സ്നേഹത്തെപ്പറ്റി മാത്രമല്ല, മകനായിരിക്കുക എന്നാൽ എന്താണെന്നും പഠിപ്പിക്കുന്നുണ്ട്. അവകാശങ്ങളൊക്കെ കൈപ്പറ്റിയത് കൊണ്ടോ കടമകളൊക്കെ നിറവേറ്റിയത് കൊണ്ടോ മാത്രം ഒരാൾക്ക് പുത്രസ്നേഹത്തിലേക്ക് ഉയരാനാവില്ല എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയാറുണ്ട്, അതിൽ അഭിമാനിക്കാറുണ്ട്. എന്നാൽ എന്നെ ദൈവത്തിൻ്റെ മകനോ മകളോ ആക്കുന്നത് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, അതിനാൽ ഞാൻ ഇനി പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പിണങ്ങുന്നവർ ധൂർത്തപുത്രൻ്റെ മനസ്സുള്ളവരാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയാനുള്ള അവരുടെ പ്രേരണ. ആഗ്രഹിച്ചത് കിട്ടുന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ ദൈവം വേണ്ട എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കും. കൃത്യമായ നേരത്തും രീതിയിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ, അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിച്ചേക്കുമോ എന്ന് ഭയക്കുന്നവരുണ്ട്. മതപരമായ കാര്യങ്ങളെല്ലാം നിഷ്ഠയോടെ ചെയ്യുന്നതാണ് ദൈവത്തെ സ്നേഹിക്കാനും പ്രസാദിപ്പിക്കാനുമുള്ള ഏക മാർഗമെന്ന് കരുതുന്നവർ. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തുന്ന ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും കഥയോർക്കുന്നില്ലേ? അതിലെ ഫരിസേയനെ പോലെ നോമ്പ് നോക്കിയിട്ടുണ്ട്, പിരിവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ ഓർത്ത് വീമ്പ് പറയുന്ന സാധു മനുഷ്യരാണ് ഇക്കൂട്ടർ. യേശു പറഞ്ഞ കഥയിലെ പുത്രന്മാർക്ക് അപ്പൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയാഞ്ഞതുപോലെ ഇവർക്കും ദൈവത്തെ രുചിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ദൈവം നൽകുന്ന അനുഗ്രഹത്തെക്കാളും ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കാളും പരമപ്രധാനമായത് ദൈവവുമായുള്ള ബന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതലായി ദൈവത്തെ സ്നേഹിക്കാനും ദൈവസ്നേഹം അനുഭവിക്കാനും ശ്രമിക്കുന്നവരുണ്ട്. അവരാണ് ദൈവമെന്ന അപ്പൻ്റെ മക്കൾ. യേശു പറഞ്ഞ ധൂർത്തപുത്രൻ്റെ കഥയിൽ അങ്ങനെയൊരു മകനില്ല. പക്ഷേ യേശു അങ്ങനെയുള്ള ഒരു മകനായിരുന്നു. പുത്രത്വം ദൈവത്തിൻ്റെ അനുഗ്രഹം തേടാനുള്ള അർഹതയല്ല, മറിച്ച് ദൈവസ്നേഹത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന അവസ്ഥയാണ്. അനുഗ്രഹങ്ങൾക്കായി മോഹിക്കാതെയും ശിക്ഷയെ പേടിക്കാതെയും യേശുവിനെ പോലെ ദൈവസ്നേഹത്തിനു വേണ്ടി കൊതിക്കാനും അതനുഭവിക്കാനും എനിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ. പ്രാർത്ഥിക്കാം. ഈശോയെ,
നിൻ്റെ സ്നേഹം മാത്രം എന്നെ കൊതിപ്പിക്കട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.